അത്യാവശ്യം റേഞ്ചിലിരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സൊക്കെ അത്യാവശ്യം ഇതിനെ വേറെ ലെവൽ പടം എന്തെന്ന് പറഞ്ഞാൽ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മെനയാന്ന് ഇറങ്ങിയുള്ളൂ. സണ്ണി വൈന്, അതായത് സാത്താൻ സേവിയറിനെ ആദ്യത്തെ ഒരു ഇൻട്രോ അടിപൊളിയായിരുന്നു. ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാത്താൻ സേവിയർ വെറും കഞ്ഞി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ഹേ ഗായ്സ്, വെൽക്കം ടു റിയൽ ഗാഫർ ടോക്സ്. നാട് 3 കണ്ടു ഗൈസ്. എൻ്റെ പൊന്നളിയ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഉളപ്പടം. എത്ര എനിക്ക് പറയാൻ പറ്റൂ. തുടക്കം തന്നെ എന്തെന്ന് പറഞ്ഞാൽ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മെനയാന്ന് ഇറങ്ങിയുള്ളൂ. ഭയങ്കര ബുക്കിംഗ്. ഓവറോൾ എല്ലാവരും ഒരു വീക്കിനകത്ത് എല്ലാവരും കണ്ടിട്ട് ആ ഒരു അഭിപ്രായങ്ങളൊക്കെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം കണ്ടുവരുമ്പം ഈ ഒരാഴ്ചക്കകത്ത് ഈ ബുക്കിംഗ് ഒക്കെ താഴോട്ട് വരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഭയങ്കര കിഡിലം പടം, ഭയങ്കര അത്യാവശ്യം റേഞ്ചിലിരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സൊക്കെ അത്യാവശ്യം ഇതിനെ വേറെ ലെവൽ പടം. എന്തർത്ഥത്തിലാണ് ഇവരൊക്കെ ഇത് പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇത് എൻ്റെ സജഷനാണ് മാത്രം. ഞാൻ ഈ പടം കണ്ടതിൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് പറയുന്നത്. അവരെ ജഡ്ജ് ചെയ്യല്ല. പക്ഷേ എന്നിരുന്നാലും ഒരു പടത്തെ ഇത്രത്തോളം ഹൈപ്പിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? നീ നല്ലൊരു സിനിമ എടുത്തിട്ട്, അതായത് മിഥുൻ മാനുവൽ ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ഭയങ്കര പ്രൊമോഷനാണ്. ഫസ്റ്റ് ഷാജി പാപ്പൻ വരുന്നു, ഷാജി പാപ്പൻ്റെ കുറേ റീൽ ഇറക്കുന്നു, ഷാജി പാപ്പൻ ആ താടി ലുക്കിൽ നിന്ന് മറ്റൊരു ലുക്കിലോട്ട് വരുന്നു, ആ മാക്സിമം ഇൻസ്റ്റാ പ്രൊമോഷൻ. അടുത്ത് ക്യാപ്റ്റൻ ക്ലീറ്റസ് വരുന്നു, അവരെ ലുക്ക് സെലിബ്രേറ്റ് ചെയ്യുന്നു. അടുത്ത് അതേപോലെ തന്നെ വിജയ് ബാബു വരുന്നു, സർബസ് ഷമീർ, അത് ഇൻസ്റ്റാ റീല് ഭയങ്കരമായിട്ട് ആട് 3യെ എങ്ങനെയൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഈ സിനിമയ്ക്ക് ആ സിനിമയായിട്ടുള്ള ഒരു നീതി പുലർത്തിയിട്ടുണ്ടോ ഡയറക്ടർ? അത് റൈറ്ററും കൂടെയാണ്. അയാൾ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ നീതി പുലർത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. പക്ഷേ ഇത് ഞാൻ മൊത്തത്തിൽ ഡയറക്ടർ പറഞ്ഞു. റൈറ്റിംഗ്, സ്ക്രിപ്റ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. സ്ക്രിപ്റ്റ് ഭയങ്കരമായിട്ട് വീക്ക് സ്ക്രിപ്റ്റ്. പടം എൻ്റെ മനസ്സിൽ അൾട്ര ഫ്ലോപ്പായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്. ചുമ്മാ എന്തൊക്കെയോ ടൈം ട്രാവൽ എടുത്ത് വെച്ചിട്ട് അവസാനം കൊണ്ടിട്ട് ആട് 3 പാർട്ട് 2, ആട് 3ൻ്റെ പാർട്ട് 2 ഇനി കാണിക്കുന്നു. എന്തോ യുദ്ധമൊക്കെ ഇനി വരാൻ പോണെന്നാ. ഇയാൾ ബാഹുബലി കണ്ടിട്ട് ഇൻസ്പയർ ആയെന്ന് തോന്നുന്നു. ബാഹുബലിയും പിന്നെ മറ്റേ 300ൻ്റെ അവസാനം കുറേ ഷോട്ടുകളൊക്കെ മറ്റേ ഇങ്ങനെ അമ്പൊക്കെ വരുന്ന ആ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ ഹോളിവുഡിൽ നിന്ന് ഇൻസ്പയർ ആയി, അവിടെ നിന്ന് ചുരണ്ടി ഇവിടെ നിന്നും ചുരണ്ടിയിട്ട് ഒരു മലയാള സിനിമയിൽ കുത്തിക്കയറ്റാൻ നോക്കി. അത് ഏതൊരു പ്രൊഡ്യൂസറുടെ പൈസ വെച്ചിട്ട് കുത്തിക്കയറ്റാൻ നോക്കി. അതാണ് ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ആട് 3 ഫസ്റ്റ് നമ്മൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഫസ്റ്റ് നല്ല പടമായിരുന്നു. അതിന് സെക്കൻഡ് ഉണ്ടാക്കി. സെക്കൻഡ് നമുക്ക് അധികം ഡൈജസ്റ്റ് ആയില്ല. അപ്പോൾ ഇത്രയും ടൈം എടുത്തിട്ട് ഒരു പുതിയൊരു പടം, ഒരു ആട് 3 ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാർട്ട്, അടുത്തൊരു പാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്ര കമ്മിറ്റായിട്ട് നമ്മളൊരു കാര്യം സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യണം. അത് ചെയ്യാതെ ഏതോ കാലത്ത് പെട്ടിക്കാതിരിക്കുന്ന എല്ലാവരും എടുത്തു കഴിഞ്ഞ് ടൈം ട്രാവലിനെ എടുത്ത് തൂക്കി ഒരു പുതിയ എൻ്റെ ഒരു വെറൈറ്റി സാധനം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തിയേറ്ററിൽ കളിച്ചിട്ട് ഒരു കാര്യമില്ല. ടൈം ട്രാവലൊക്കെ കണ്ട് മടുത്ത്. ഇതിൻ്റെയൊക്കെ ഒരു ലോജിക്ക് നോക്കിയിട്ട് ഈ സിനിമ കാണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ സമ്മതിച്ചു. സ്ക്രിപ്റ്റിൽ നമുക്കൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണ്ടേ? നമുക്കൊരു ലോക്കൽ സെറ്റപ്പ് കിടക്കുന്ന ഒരു സിനിമയല്ലേ ഷാജി പാപ്പൻ്റെ സിനിമ. അപ്പോൾ ആ ലോക്കൽ സെറ്റപ്പിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണ്ടേ? അതും കാണിക്കുന്നില്ല, ഇതും കാണിക്കുന്നില്ല. എവിടെ നോൺ ലീനിയറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കളിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരാജയം എനിക്ക് തോന്നി. ഈ സിനിമ എഡിറ്റർ അറ്റ്ലീസ്റ്റ് ഒരു ട്രിം ചെയ്ത് ഒരു 2.5 മണിക്കൂറോ ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ ആക്കിയിരുന്നെങ്കിൽ, ഇത് പടം മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയതുകൊണ്ടാണ് ഈ പടം 3 മണിക്കൂറിന് കഷ്ടി ട്രിം ചെയ്യാൻ പറ്റാത്തത്. അത് ഞാൻ ഉറപ്പായിട്ട് പറയാം. കാര്യം എന്ന് വെച്ചാൽ കഷ്ടി 3 മണിക്കൂറിന് താഴോട്ട് ട്രിം ചെയ്യാൻ പറ്റാത്തത് പടം ഫുള്ളി കൺഫ്യൂഷനാണ്. ഈ ഡയറക്ടർക്ക് നാടകീയമായിപ്പോയി. സ്ക്രിപ്റ്റിനെ കുറിച്ച് ഫസ്റ്റ് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാം. അമ്മ ഫിലിം ഫെസ്റ്റിവൽ ഇല്ലേ, അമ്മ സ്റ്റേജ് ഷോയിൽ നോബി എല്ലാവരെയൊക്കെ വെച്ച്, നോബി, നെൽസണ്, അങ്ങനെ എല്ലാവരെയും കൂടെ വച്ച് ഒരു 2.5 മണിക്കൂർ നമ്മൾ സ്റ്റേജിൽ ഒരു 10-20 സ്റ്റേജൊക്കെ കളിക്കാൻ പറ്റുന്ന കിടിലം സ്കിറ്റ്, സ്റ്റേജ് ഷോ, അതായത് ബാലെ മിക്സ്, അങ്ങനത്തെ ഒരു സാധനം. അതുകൊണ്ടിട്ട് തിയേറ്ററിൽ സ്ക്രിപ്റ്റായിട്ട് ഇറക്കിയാൽ എങ്ങനെ ഇരിക്കും വേഷമായിരിക്കുന്നത്? അതാണ് എനിക്ക് ഫസ്റ്റ് തോന്നിയത്. ഈ ഒരു നോൺ ലീനിയർ ആയിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. ആ നോൺ ലീനിയർ ആയിട്ട് പറയണതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല.
പിന്നെ എനിക്ക് രണ്ടാമത് പറയേണ്ടത്, നീ ആട് ത്രീ ആണല്ലോ, ആടെന്ന കോൺസെപ്റ്റ് ആണല്ലോ, ആണല്ലോ പ്രധാന കോൺസെപ്റ്റ്. എവിടെ ആട്? ആട് മട്ടൻ കറിയായോ? അത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. ആടെവിടെ? ആടുമില്ല. പിന്നെ എന്താട്? ഇല്ലേ ഷാജി പാപ്പൻ റോക്കി ബായ് എന്നല്ലോ പേര് വെച്ച് സിനിമ ഇറങ്ങും. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാത്ത ആൾക്കാർക്ക് ചേടാ നമ്മൾ ചിരിക്കണോ, ബാക്കിയെല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ, നമ്മളിനി ചിരിക്കണമെന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലുള്ള കുറേ കോമഡി. അങ്ങനെയാണ്. എനിക്കൊന്നും ചിരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ചുറ്റുമൊക്കെ പോയി ചില ആൾക്കാരൊക്കെ ചിരിക്കണ പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷെ എന്താ എനിക്ക് ചിരിക്കാൻ പറ്റാത്തതെന്ന് തോന്നി. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് അനിയായിരുന്നിട്ട് ചിരിക്കുന്നു. എടാ നിനക്ക് ചിരി വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ പൈസ കൊടുത്തല്ലേ, ചിരിച്ചേക്കാന്ന്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഗൈസ്. ആള് 3 ഒരു അൾട്ടർ എനിക്കെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇന്റർവെല്ലൊന്ന് ആവട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇന്റർവെല്ല നോക്കുമ്പോൾ ഇന്റർവെല്ലാവുന്നില്ല. അപ്പൊ ഞാൻ സമയം നോക്കുമ്പോൾ സമയം 1.5 മണിക്കൂർ ഇന്റർവെല്ലായിട്ടില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ നോക്കുമ്പോൾ 3 മണിക്കൂർ പടം. എന്റെ പൊന്നെ, 3 മണിക്കൂറൊക്കെ എടുത്തു വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കാട് പോലെ ഇങ്ങനെ സ്ക്രിപ്റ്റ് എടുത്തു വെച്ചിട്ട് എന്ത് വല്ല കാര്യമുണ്ടോ? നീലായിട്ട് പറയുകയാണെങ്കിൽ ആർട്ട് ഈ കുറെ ഒരു ഫ്യൂച്ചറിലോട്ട് പോകുമ്പോൾ കുറെ സംഭവങ്ങൾ ആർട്ട് രാജാപ്പാട്ട് സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാടകം, അതായത് മറ്റേ നമ്മളെ ബാല കളിക്കുന്ന സെറ്റപ്പ്. പക്ഷെ അവരുദ്ദേശിക്കുന്ന ബാഹുലിയാണ്. പക്ഷെ ബാഹുലിൻ്റെ സെറ്റപ്പ് ഒന്നും വന്നില്ല. അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, കുറേ സിനിമയിൽ നിന്നൊക്കെ ചുരണ്ടാൻ ശ്രമിച്ചു. പക്ഷേ അങ്ങോട്ട് ഒത്തില്ല. സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നത് അഖിൽ ജോർജാണ്. അഖിൽ ജോർജിൻ്റെ മുന്നത്തെ പടം 2018 ഐഡന്റിറ്റി, അങ്ങനെ നിരവധി ഇഷ്ടംപോലെ പടങ്ങൾ പുള്ളി സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള സിനിമോട്ടോഗ്രാഫി എനിക്ക് അധികം ഡൈജസ്റ്റ് ചെയ്യാനില്ല. ഫസ്റ്റ് എനിക്ക് ട്രെയിലർ കട്ടൊക്കെ കണ്ടപ്പം എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ട്രെയിലർ കട്ട് കിടിലമായിട്ട് തോന്നി. പക്ഷേ ഈ പാസ്റ്റിലോട്ടൊക്കെ ടൈം മെഷീൻ വഴി പാസ്റ്റിലോട്ടൊക്കെ പോകുന്ന സീനൊക്കെ കണ്ടപ്പോഴേ എനിക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു, ഈ പടം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളെ ജയസൂര്യ കത്തനായിരുന്നു അധികം മറ്റേ നമ്മളെ ഷാജി പാപ്പനായിട്ട് വന്നിട്ടില്ലാത്ത എനിക്ക് പോലെ തോന്നി. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസ്, പുള്ളി ധർമ്മജനം കുറേ നാളായി കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പുള്ളിയും ഇച്ചിരി ഈ ക്യാപ്റ്റൻ ക്ലീറ്റസിൽ നിന്ന് കൈവിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ രണ്ടാമത് നമ്മളെ അറക്കിലബു മൂപ്പര് അറക്കിലബു ആവാൻ വേണ്ടി മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഒരു സിഗാറൊക്കെ വലിച്ചൊക്കെയാണ് ആദ്യം വരുന്നത്. പക്ഷെ എവിടെയൊക്കെയോ അതിൻ്റെ ഒരു ഗൂസ് ബംസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. പിന്നെ സർവർ ഷമീറായിട്ട് നമ്മുടെ വിജയ് ബാബു സ്വന്തം സിനിമ ആയതുകൊണ്ടായിരിക്കണം പുള്ളി ആത്മാർത്ഥമായിട്ട് മാക്സിമം പെർഫോം ചെയ്യാൻ നോക്കി. അതൊരു ഓവർ ആക്ടിങ്ങിലോട്ട് പോയില്ലേ എന്നെനിക്ക് തോന്നിപ്പോയി. പിന്നെ ഒബീസ്ലി ഇന്ദ്രൻസ്, ആശ എന്ന് പറയുന്ന റോള് കൃത്യമായിട്ട് പുള്ളി ഹാൻഡിൽ ചെയ്ത്. പിന്നെ അങ്ങനെ പിന്നെ നമ്മളെ ഫുക്രു ഇതിനകത്തുണ്ട്. ഫുക്രുവിനൊന്നും അധികം റോൾ പോലും ഇല്ല. ഫുക്രുവിനൊക്കെ വേറെ സൈഡ് റോളാണ്. അതായത് ഈ ഗ്യാങ്ങിൻ്റെ മണ്ടത്തരങ്ങളിൽ നിന്നാണല്ലോ ഈ സിനിമ രൂപപ്പെടേണ്ടത്. അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു തേർഡ് പാർട്ട്? അതും ഈ കഥാപാത്രങ്ങളൊക്കെ ഷാജി പാപ്പനാണെങ്കിൽ നമ്മളെ പാസ്റ്റിലോട്ട് പോകുമ്പോൾ പത്മനാഭ രാജ, അങ്ങനെ എന്തോ ആണ് പുള്ളിയുടെ പേര്. പിന്നെ ഈ നമ്മളെ ഡ്യൂഡ് പിന്നെ പഴയ കാലത്തോട്ട് പോകുമ്പോൾ അസ്മാൻ ഖാൻ എന്നൊക്കെയാണ് പേര്. പിന്നെ നമ്മൾ അറക്കിലബു എന്ന് പറയുമ്പോൾ പടവീരൻ കോമക്കുറുപ്പ് എന്നൊക്കെയാണ് പുള്ളിയുടെ പേര്. അങ്ങനെയൊക്കെയാണ് ഇവരെ കഥാപാത്രങ്ങൾ പോകുന്നത്. എല്ലാ കഥാപാത്രങ്ങളും പാസ്റ്റിലുണ്ട്, ഫ്യൂച്ചറിലും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഷാജി പാപ്പനെ എങ്ങനെയൊക്കെ ഇന്റർനാഷണൽ ആക്കാൻ നോക്കുമ്പോൾ അതൊക്കെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറേ സായിപ്പന്മാരെയൊക്കെ കുത്തിക്കയറ്റി നമ്മളെ സണ്ണി വൈന്, അതായത് സാത്താൻ സേവിയറിനെ ആദ്യത്തെ ഒരു ഇൻട്രോ അടിപൊളിയായിരുന്നു. ഇൻട്രോ കഴിഞ്ഞാൽ സാത്താൻ സേവിയർ വെറും കഞ്ഞി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. 3 മണിക്കൂറിനകത്തും കണ്ടന്റ് ഉണ്ടോ എന്ന് ഡയറക്ടറോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ 3 മണിക്കൂറിനകത്ത് കണ്ടന്റ് ഇല്ല. അതിന് എത്രയോ നമുക്ക് ട്രിം ചെയ്യാമായിരുന്നു. അത് ചെയ്യാത്ത അവരെ കുഴപ്പമില്ലേ? ആ 3 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്താനായിട്ട് ഉറപ്പായിട്ടും ഇതിനകത്തില്ല. അപ്പം അതാണ് ഏറ്റവും വലിയ പരാജയമായിട്ട് ഞാൻ പറയുന്നത്. ട്രിം ചെയ്യാമായിരുന്നു. ഇല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ അറ്റ്ലീസ്റ്റ് കുറേ സീനുകൾ മാറ്റിയിട്ട് അതിനകത്ത് നല്ല സീനുകൾ കുറച്ച് ഉൾപ്പെടുത്താമായിരുന്നു. ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് ആ ഒരു ലോക്കൽ ഫീലിലുള്ള ഷാജി പാപ്പനെ നമുക്ക് കാണാനും പറ്റിയില്ല.
ഒരു ഇന്റർനാഷണൽ ഉള്ള ഷാജി പാപ്പനെയും കാണാൻ പറ്റില്ല, ഒരു വിന്റേജ് ഷാജി പാപ്പനെയും കാണാൻ പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പിന്നെന്താണ് ഈ പടം പടം തിയേറ്ററിൽ നിന്ന് ആൾക്കാർ, ചില ആൾക്കാരൊക്കെ ഇരുന്ന് ചിരിക്കുന്നതൊക്കെ കാണാം. ചില ആൾക്കാർക്ക് ചെറിയ ചെറിയ കോമഡികൾ പറയുമ്പം പെട്ടെന്ന് ചിരിക്കാൻ ഒക്കെ പറ്റുന്ന അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കണക്ട് ആവും. ചുമ്മാ വളിപ്പൻ കോമഡികളൊക്കെ കേട്ടിട്ട് ചുമ്മാ വേണമെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാം. അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്. ഞാൻ കഥയിലോട്ടൊന്നും കൂടുതൽ കടക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. പക്ഷേ ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഫണ്ണായിട്ട് ഒത്തിരി ഒന്നുമില്ല. കുറച്ച് ഏരിയസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ. പഴയ സിനിമകളിൽ പഴയ ആട് 1ഉം 2ഉം കണ്ട പോലെ യാതൊന്നും എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഇതിനകത്ത് പോകരുത്. പിന്നെ ഇതിനകത്ത് ഒരു ആട് 3ൻ്റെ ഒരു പാർട്ട് 2, ആട് 3ൻ്റെ ഒരു പാർട്ട് 2 കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇൻകംപ്ലീറ്റ് ആണ്. ഇപ്പം നിലവിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് അതും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. പിന്നെ നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. ഇതൊക്കെയാണ് എൻ്റെ പൊതുവെയുള്ള അഭിപ്രായം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെയുള്ള സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോകളോ ഒന്നും നിങ്ങൾ ഇറക്കുമ്പോൾ അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ മാക്സിമം ഇടുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്. ദിസ് ഈസ് മീ റിയൽ ഗാഫർ. ബൈ.